നമസ്കാരം. നമ്മളെല്ലാവരെയും അലട്ടുന്ന ഒരു ബുദ്ധിമുട്ടാണ് സന്ധിവേദനകൾ. സന്ധിവേദനകൾ എന്തുകൊണ്ടാണ് വരുന്നതെന്നുള്ളത് നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ എല്ലാം നോർമലാണ്. നമ്മൾ സാധാരണ ജീവിതശൈലിയിൽ ഒരു ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും ഈ സന്ധിവേദനകൾ വരുന്നത്. ഈ സന്ധിവേദനകൾ വരുന്നതിൻ്റെ റീസൺ നമുക്കറിയില്ല. പക്ഷേ യോഗയിൽ കൂടെ നമുക്കതിനൊരു പരിഹാരമുണ്ട്. അതാണ് പവനമുക്താസന സീരീസിലെ ആസനങ്ങൾ. വളരെ ലഘുവായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ആസനങ്ങളാണ്. നമ്മൾ ചെയ്യുമ്പോൾ തന്നെ വിചാരിക്കും ഇതൊക്കെ നമ്മൾ ദിവസവും ചെയ്യുന്നതല്ലേ എന്ന്. അത്രയും സിമ്പിളായിട്ടുള്ള ആസനങ്ങളാണ് പവനമുക്താസന സീരീസിലുള്ളത്. പവനമുക്താസന എന്ന് പറയുന്നത്, പവനം എന്ന് പറഞ്ഞാൽ കാറ്റ്, മുക്തം എന്ന് വെച്ചാൽ ഒഴിവാക്കുക. അപ്പോൾ നമ്മളെ ശരീരത്തിൽ അവിടെ ലോക്കായിരിക്കുന്ന അല്ലെങ്കിൽ ബ്ലോക്കായിരിക്കുന്ന വായുവിനെ അൺലോക്ക് ചെയ്യുന്ന സീരീസാണ് പവനമുക്താസന. അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, വായു വയറിലല്ലേ അല്ലെങ്കിൽ കുടലിലല്ലേ ഇരിക്കുന്നത്, സന്ധികളിൽ ഉണ്ടാകുമോ? ഉണ്ടാകും. നമ്മളുടെ ശരീരത്തിൽ നിന്ന് ഈ എയറിനെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ വായു അല്ല, പ്രോപ്പറായിട്ടുള്ള വായുവിനെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ചെറിയ ഇപ്പം നമ്മൾ നെറ്റ് ഒടിക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കുന്നില്ലേ, ഇതൊരു എയറാണ്. ഈ എയറിനെ റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ നെറ്റ് ഒടിക്കുമ്പോൾ നമുക്കൊരു സൗണ്ട് കേൾക്കുന്നില്ല, ടക്കെന്നൊരു സൗണ്ട്, അതാണ് വായു എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവയെ നമുക്ക് ഒഴിവാക്കാൻ എന്തെല്ലാം ആസനങ്ങളാണ് പവനമുക്ത സീരീസിൽ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ കാലുകൾ നീട്ടിവെച്ച് റിലാക്സ് ചെയ്തിരിക്കാം. ഈ ഒരു ആസന ചെയ്യുമ്പോൾ, ഈ സീരീസിലെ ആസനങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നിലത്തിരിക്കാം, ഇല്ലെങ്കിൽ കട്ടിലിരിക്കാം, ഇല്ലെങ്കിൽ ഒരു കസേരയിലിരുന്നിട്ട് ഈ കാല് വേറൊരു കസേരയുടെ പുറത്ത് വെച്ച് വേണമെങ്കിൽ നമുക്കിരിക്കാം. ശേഷം നമ്മൾ ഒരു കാല് മടക്കി മറ്റേ കാലിൻ്റെ പുറത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ആംഗിൾ ജോയിന്റ് എവിടെ റെസ്റ്റ് ചെയ്യും? നമ്മളുടെ തുടയിൽ റെസ്റ്റ് ചെയ്യും. ഓക്കെ. ഇനി ഈ കൈയിൻ്റെ സഹായത്തോടു കൂടി വളരെ പതുക്കെ നിങ്ങളുടെ കണങ്കാല് ആംഗിൾ ജോയിന്റ് ഇങ്ങനെ കറക്കണം. വളരെ നമ്മൾ കൈ കൊണ്ടാണ് കറക്കുന്നത് കേട്ടോ. ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലും കറക്കുക. അതിനുശേഷം മുകളിലോട്ടും താഴോട്ടും അനക്കുക. ഓരോന്നൊരു 3 അല്ലെങ്കിൽ 6 പ്രാവശ്യം ചെയ്താൽ മതി. ചെയ്തല്ലോ. ഇനി നമ്മൾ ഈ കൈ കൊണ്ട് നന്നായിട്ട് കാലിനെ ഫ്രണ്ടിലോട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. നമ്മളെ പരിധിക്ക് അപ്പുറമായിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കാലിനെ മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. അപ്പോൾ നമ്മൾ കറക്കിക്കഴിഞ്ഞു. ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് ബെൻഡിങ് ആയി, ആൻഡ് സൈഡ് വൈസ് ബെൻഡിങ് ആയി. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ വിരലുകളാണ്. നന്നായിട്ട് ടൈറ്റൻ ചെയ്യുക. ഈ ഒരു ആർച്ചിൽ നല്ലതായിട്ട് നമുക്കൊരു പ്രഷർ ഫീൽ ചെയ്യും. അതിനുശേഷം കാലിനെ നന്നായിട്ട് വിടർത്തി വെക്കുക. ടൈറ്റൻ ചെയ്യുക, വിടർത്തി വെക്കുക, ടൈറ്റൻ ചെയ്യുക, വിടർത്തി വെക്കുക. ഇത് നമ്മൾ ഇടത്തെ കാലിൽ ചെയ്തു. ഇതേപോലെ നമുക്ക് വലത്തെ കാലിലും ചെയ്യാവുന്നതാണ്. കാല് നീട്ടി വെച്ച് റിലാക്സ് ചെയ്ത് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഒന്ന് ഇരിക്കാം. അപ്പോൾ നമ്മളെല്ലാവരും പാദത്തിന്റെ ചലനം ചെയ്തില്ലേ? അപ്പോൾ ഇതാണ് പവനമുക്താസന സീരീസിന്റെ തുടക്കത്തിലുള്ള ആസനാസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആസനങ്ങളാണിത്, പാദത്തിൻ്റെത്. അതിനുശേഷം നമ്മൾ 2 കാര്യം ചെയ്യണം കേട്ടോ. വലത്തേക്കാലും ഇടത്തേക്കാലും നമ്മൾ ചെയ്യണം. നാളെ നമുക്ക് ഇതിന്റെ അടുത്ത സീരീസ് ഓഫ് ആസനയുമായിട്ട് കാണാം. അതുവരെ നന്ദി, നമസ്കാരം.